ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് ഞാനുമായാലും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറൊരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുക, അത് ആ സമയത്ത് അവിടെ കമ്മിറ്റ്മെൻറ്റോ റിലേഷൻഷിപ്പ് ചുമ്മാ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, പുറത്തുള്ള ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട്, 4-40 തൊട്ട് ഞാൻ ഗബ്രി അടുത്ത് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം. അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരാളെ തേർഡ് പാർട്ടി കയറ്റി വിടുക, എനിക്കറിയത്തില്ല. അത് അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നുമല്ല, എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടാവുക, അതായിരിക്കും അവളുടെ സപ്പോർട്ടേഴ്സും അതും ഇതുമൊക്കെ. അത് ചിലപ്പോൾ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ഗെയിം അല്ല. സോ ലൈഫ് വെച്ച് ഗെയിം കളിക്കാനുള്ളതല്ല. ഇവിടെ അഫക്റ്റ് ആവുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ജാസ്മിൻ്റെ ഇമോഷൻ, ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇമോഷൻ, ജാസ്മിൻ്റെ ഇതെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കും മനസ്സുണ്ട്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്, എൻ്റെയും ഫാമിലി ഉണ്ട്, എൻ്റെയും ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ എല്ലാത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ട്. അവർക്കൊക്കെ എത്ര അഫക്റ്റ് ആവുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല. അവിടെ അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നോക്കിയിട്ടുണ്ട് ആ മെസ്സേജ്, പക്ഷെ അവ റെസ്പോണ്ട് ചെയ്തില്ല. അവ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം തന്നെ അവനെ നമ്പർ വാങ്ങിച്ചു, ഞാൻ മെസ്സേജ് അയച്ചതാണ്. നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എൻ്റെ അവളുടെ പറ്റി അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു. പക്ഷെ അവ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പം അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചതാണ്. ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വെച്ചാൽ, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഇതൊന്നും ഞാൻ പുറത്ത് വന്ന് പറയണില്ല, അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം. പക്ഷെ ഇത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ്. ജാസ്മിൻ പുറത്ത് വരുമ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ശരി, ആരായാലും ശരി, ഇത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പ്രൂഫ് അത്യാവശ്യത്തിനുള്ള 2-3 ചാറ്റും ആ ഒരു സാധനം മാത്രമേ വെക്കുന്നു. ഞാൻ പുറത്തുനിന്ന് വേറെ ഒന്നും ഞാൻ പുറത്ത് വിടുന്നില്ല. അത് അതിൻ്റെ ആവശ്യമില്ല. ഇൻ്റർവ്യൂസ് ചോദിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കേണ്ട കാര്യമാണ്. അതിപ്പം അവളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് തന്നെ ചോദിച്ചോളൂ, അത് വേറെ കാര്യം. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു നാടകം കാണിച്ചല്ലോ, അത് ചോദിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ 7 മാസം എന്നിട്ട് പൊട്ടം കളിപ്പിച്ചല്ലോ, അതും ചോദിക്കേണ്ട ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമോഷൻ വെച്ച് അങ്ങ് കളിച്ച്